വിശ്വപ്രസിദ്ധമായ മലയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിൽ നമ്മൾ വളരെ ശ്രദ്ധേയമായ 2 പ്രസ്താവനകളാണ്. ഒന്ന്, ഒരു കുഷ്ഠരോഗി പറയുന്നു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആ അധ്യായത്തിൽ തന്നെ ഒരു ശാസ്ത്രി പറയുന്നു, കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. പ്രമാണവും കൃപയും. പ്രമാണം പറയുന്നു, ഞാൻ ചെയ്യും, എനിക്കത് കഴിയും. കുഷ്ഠരോഗി പറയുന്നു, കർത്താവേ, എനിക്ക് കഴിയില്ല, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. പ്രമാണക്കാരൻ എപ്പോൾ കുഷ്ഠരോഗിയെപ്പോലെ ദൈവസന്നിധിയിൽ താഴുന്നു, എനിക്ക് കഴിയില്ല കർത്താവേ, നിൻ്റെ കൃപയാലല്ലാതെ എനിക്ക് വചനം പാലിക്കാൻ കഴിയുകയില്ല, ഒരു വിശുദ്ധ ജീവിതത്തിന് കഴിയുകയില്ല എന്ന് സമ്മതിക്കുമ്പോഴാണ് അവൻ ശുദ്ധനാകുന്നത്, അവൻ ക്രിസ്ത്യാനിയാകുന്നത്. അതുകൊണ്ടാണ് കുഷ്ഠരോഗിയോട് കർത്താവ് പോസിറ്റീവായിട്ട് ഇടപെടുന്നതും ശാസ്ത്രിയെ നിരുത്സാഹപ്പെടുത്തുന്നതും.